നെക്സ്റ്റ് പ്രോബ്ലം ഈസ് പ്രോബ്ലം നമ്പർ 7. അത് 6 എന്നാണ് നോട്ട്സിൽ ഇട്ടിരിക്കുന്നത്, 7 എന്നാക്കിക്കോളൂ. 6 നമ്മൾ നേരത്തെ കണ്ടു. 150 kW 230 volt 500 RPM DC shunt motor has a square field coil. സ്ക്വയർ ഫീൽഡ് കോയിൽ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. പോൾസിൻ്റെ ബോഡി സ്ക്വയർ ആകുമ്പോൾ ഫീൽഡ് കോയിൽ, അതിന് ചുറ്റുമുള്ള കോയിലും സ്ക്വയർ ആയിരിക്കും. ഫൈൻഡ് ദി number of poles, the main dimensions and the air gap length. Assume that the average flux density over the pole arc as 0.85 Weber per meter square and the ampere conductors per meter are 29,000. The ratio of width of pole body to pole pitch is 0.55 and the ratio of pole arc to pole pitch is 0.7. The efficiency is 91%. Assume that the MMF required for the pole for the air gap is 55% of armature MMF and the gap contraction factor is 1.15. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന സംഗതികളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി നിങ്ങൾ കുറിക്കണം. ഇറ്റ് ഇസ് നോട്ട് there. But it is better to note down all the quantities that are given in the question. That will help you for tackling the question more easily. അപ്പം ഇതിനകത്ത് നമുക്ക് പി എ കണ്ടുപിടിക്കണം. ഈ 150 kW എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ പവർ ഔട്ട്പുട്ടാണ്. ഇറ്റ് ഈസ് ദ പവർ ഔട്ട്പുട്ട് ആൻഡ് നോട്ട് പി എ. നമുക്ക് ഡി സി മെഷീൻ ഡിസൈനിൽ വേണ്ടുന്നത് ദ ആർമച്ചർ പവർ ഡെവലപ്ഡ്, ദ പവർ ഡെവലപ്ഡ് ഇൻ ദി ആർമച്ചർ പി എ എന്ന് പറഞ്ഞാൽ നേരത്തെ ഒരു ഫോർമുല തന്നിരുന്നു. അപ്പം ഇവിടെയാണെങ്കിൽ എഫിഷ്യൻസിയും കൂടെ തന്നിട്ടുണ്ട്. മോട്ടറിൻ്റെ കേസാണ്. മോട്ടർ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും. മോട്ടറിൻ്റെ കേസ് നമ്മൾ സാധനം എടുക്കുന്നത് തന്നിട്ടില്ലെങ്കിൽ പി എ ഈക്വൽ ടു പി എന്നാണ്. പക്ഷേ ഇവിടെ എഫിഷ്യൻസി തന്നപ്പോഴേ നമുക്കൊരു അപ്രോക്സിമേറ്റ് ഫോർമുല ഉണ്ട്. നമുക്കൊരു നേരത്തെ തന്നിരിക്കുന്നതിനെ അപേക്ഷിച്ച് കുറേ കൂടെ നല്ലൊരു ഫോർമുല ഉണ്ട്. ഇങ്ങനൊരു എക്സ്പ്രഷൻ നമുക്ക് ഡെറൈവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് മനസ്സിലാക്കി വെച്ചേക്കുക, ഒന്ന് കാണാതെ പഠിച്ച് വെച്ചേക്കുക. ഇൻ ദ കേസ് ഓഫ് എ ഡി സി മോട്ടോ, ദ പവർ ഡെവലപ്ഡ് ഇൻ ദി ആർമച്ചർ ഈസ് ഗിവൺ ബൈ പി എ ഈക്വൽ ടു 1+2 എഫിഷ്യൻസി ഡിവൈഡഡ് ബൈ 3 എഫിഷ്യൻസി ഇൻറ്റു പി. 1+2 eta by 3 eta into p, where p is the power developed. P is the power developed. Where p is the power output. എപ്പോഴും പി എന്ന് പറയുന്ന പവർ ഔട്ട്പുട്ട് മെഷീൻ്റെ റേറ്റിംഗ്. അപ്പോൾ ഹിയർ പി ഈസ് ഗിവൺ ആസ് 150 ആൻഡ് ഈറ്റ ഈസ് ഗിവൺ ആസ് 0.91. എഫിഷ്യൻസി ഓഫ് ദി ഈസ് ഗിവൺ ആസ് 0.91. ഇവിടെ തന്നിട്ടുണ്ട്. യെസ്, ദ എഫിഷ്യൻസി ഉണ്ടാകും. അതങ്ങ് ക്വസ്റ്റ്യൻ്റെ ഫാഗ് എൻഡിൽ കിടക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാം കൂടെ വായിച്ചതിന് ശേഷം ഒന്ന് എഴുതണം. എന്നെങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് ഏതൊക്കെ തന്നിരിക്കുന്നു മനസ്സിലാവുള്ളൂ. എഫിഷ്യൻസി ഈസ് ഗിവൺ ആസ് 91%, 0.91. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴേ ദ പവർ ഔട്ട്പുട്ട് ഈസ് 150. അപ്പോൾ ഇവിടെ പി ഈക്വൽ ടു 150 എക്സെട്രാ തന്നിട്ടുണ്ട്. 150 kW and efficiency equal to 0.91 and such other things. അപ്പോൾ അതിൽ നമുക്ക് പി എ കണ്ടുപിടിക്കാം. ഈസ് ദിസ്. അപ്പോൾ ഈ ഫോർമുല കണ്ടുപിടിക്കുക. പി എ ഈക്വൽ ടു 155 kW എന്ന് ഇതിനകത്ത് കിട്ടും. സ്മോൾ എൻ എന്ന് പറയുന്നത് n/60, 500 RPM ആണ് ഇവിടുത്തെ സ്പീഡ്. അപ്പോൾ ഇവിടെ സ്പീഡ് 500 RPM തന്നിട്ടുണ്ട്. ഓക്കെ. അപ്പം ഇനി ഗിവൺ ദാറ്റ് ദ ഫ്ലക്സ് ഡെൻസിറ്റി ഓവർ ദ പോൾ ആർക്ക് ഈസ് 0.85 Weber per meter square. ദ ഫ്ലക്സ് ഡെൻസിറ്റി, ദ ആവറേജ് ഫ്ലക്സ് ഡെൻസിറ്റി ഓഫ് ദ പോൾ ആർക്ക് പോർഷനിലെ ആവറേജ് ഫ്ലക്സ് ഡെൻസിറ്റി ഈസ് 0.85. ദാറ്റ് ഈസ് നോട്ട് ബി ആവറേജ്. അത് ബി ആവറേജ് അല്ല. ദാറ്റ് ഈസ് നോട്ട് ബി ആവറേജ്. ബി ആവറേജ് എന്ന് പറഞ്ഞാൽ ആവറേജ് ഫ്ലക്സ് ഡെൻസിറ്റി ഓവർ ദി പോൾ പിച്ചാണ്. ഒരു പോൾ പിച്ച് സ്ഥലത്തെ ആവറേജ് ഫ്ലക്സ് ഡെൻസിറ്റിയാണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്?
ബി ആവറേജ് അല്ല തന്നിരിക്കുന്നത്, ആവറേജ് ഫ്ലക്സ് ഡെൻസിറ്റി ഓവർ ദി പോളാർക്കാണ്. അപ്പോൾ നമ്മൾ ആ ഫ്ലക്സ് ഡെൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ, ഇഫ് യു സീ ദ ഫ്ലക്സ് ഡെൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓർ ദ പോളാർക്ക്, നമ്മൾ പോൾ എന്ന് പറയുന്നത് ഇതാണ്. അപ്പം പോളാർക്ക് ഇത്രയാണ് പോളാർക്ക് എന്ന് പറയുന്നത്. അല്ലെ ആ പോൾ ഷൂ ആയിട്ട് ഇവിടെ കാണിച്ചിട്ടില്ലെന്നല്ലേ ഉള്ളൂ. പക്ഷേ സാധാരണ പോൾസിനൊക്കെ ആ പോൾ ഷൂ പോർഷൻ കാണും. എന്തായാലും ഒരല്പം കൂടെ ഇങ്ങോട്ട് വരും. ഇതിനകത്ത് ഫ്ലക്സ് ഡെൻസിറ്റി ഡിസ്ട്രിബ്യൂഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. ദിസ് ഈസ് ദ ഫ്ലക്സ് ഡെൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ദ ഫ്ലക്സ് ഡെൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഇങ്ങനെ പോകും. ആ പോളാർക്ക് പോർഷനിൽ മാത്രം ഓൾമോസ്റ്റ് ഫ്ലാറ്റായിട്ട് വന്ന് ഇങ്ങനെ പോകും. അപ്പോൾ ഈ പോളാർക്ക് പോർഷനിലെ ആവറേജ് എന്ന് പറയുന്നത് ബി ജി ആണ്. പോളാർക്ക് പോർഷനിലെ ആവറേജ് എന്ന് പറയുന്നത് ഈ ഫ്ലക്സ് ഡെൻസിറ്റിയാണ്. അത് നമ്മൾ എടുക്കുന്നത് ബി ജി ആയിട്ടാണ്. അപ്പോൾ പോളാർക്ക് പോർഷനിലെ ആവറേജ് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ബി ജി. ഇറ്റ് ഈസ് ബി ജി വിച്ച് ഇസ് ഗിവൺ. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് the average flux density over the polark is given as 0.85. അത് 0.85 ആണെന്ന് പറയുന്നുണ്ട്. ഈസ് 0.85. Assume that the average flux density over the polark as 0.85 Wb/m². അപ്പോൾ അത് തന്നിരിക്കുന്നത് ബി ജി ആണ്. ഇറ്റ് ഈസ് നോട്ട് ബി ആവറേജ്. ഇറ്റ് ഈസ് നോട്ട് ബി ആവറേജ്. ബി ആവറേജ് ഇസ് ദി ആവറേജ് ഫ്ലക്സ് ഡെൻസിറ്റി ഓവർ ദി പോൾ പിച്ച്. ഒരു പോൾ പിച്ച് സ്ഥലത്തെ ആവറേജ് ഫ്ലക്സ് ഡെൻസിറ്റിയാണ് നമ്മുടെ ബി ആവറേജ് എന്ന് പറയുന്നത്. ഒരു ആവറേജ് ഫ്ലക്സ് ഡെൻസിറ്റി അണ്ടർ എ പോൾ എന്ന് പറഞ്ഞാൽ അത് ഒരു പോളിൻ്റെ സ്ഥലം. ഒരു പോളെന്ന് പറയുമ്പോഴത്തേക്ക് ഈ രണ്ട് പോളിൻ്റെയും തൊട്ട് മുമ്പുള്ള പോളിൻ്റെയും ഈ പോളിൻ്റെയും കൂടെ ഇടയ്ക്ക് വരുന്നത്. അപ്പോൾ അത് മുതൽ അടുത്ത പോളിൻ്റെ സെൻട്രൽ ലൈൻ വരെയുള്ളതാണ് ഒരു പോൾ പിച്ച് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. അപ്പം മൊത്തം ആ സർക്കംഫറൻഷ്യൽ ലെങ്തിനെ ഇപ്പോൾ 4 പോളുണ്ട്, 4 ഡിവൈഡ് ചെയ്യും എന്ന് പറഞ്ഞ ചുരുക്കത്തിൽ സെൻട്രൽ ലൈൻ ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ അല്ലെങ്കിൽ നമ്മൾ പറയും ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 അഡ്ജസൻറ്റ് ഇൻ്റർപോളാർ ആക്സസ്. അപ്പോൾ ഇതാണ് ഒരു പോൾ പിച്ച്. അപ്പോൾ പോൾ പിച്ച് ഏരിയയിലെ ആവറേജ് ഫ്ലക്സ് ഡെൻസിറ്റി ഇത് മൊത്തം ഈ ഒരു ഡിസ്റ്റൻസിൽ ആവറേജ് ചെയ്യുമ്പോൾ ഉള്ളതാണ് ബി ആവറേജ്. ആവറേജ് ഫ്ലക്സ് ഡെൻസിറ്റി അണ്ടർ എ പോൾ. അത് ബി ആവറേജ്. തന്നിരിക്കുന്ന ബി ആവറേജ് അല്ല, ബി ജി ആണ്. So it is to be noted that the given flux density of 0.85 is not the average flux density B average specific magnetic loading, but it is BG. BG is slightly higher than B average. BG എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ സ്ഥലത്തെ. അപ്പം അതല്ല നമുക്ക് കാൽക്കുലേഷൻ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ബി ജിയിൽ നിന്ന് ബി ആവറേജ് എങ്ങനെ കണ്ടുപിടിക്കും? വി ഹാവ് ദ എക്സ്പ്രഷൻ ബി ആവറേജ് ബൈ ബി ജി സമം ഫീൽഡ് ഫോം ഫാക്ടർ കെ എഫ്. ബി ആവറേജ് ബൈ ബി ജി സമം ദ ഫീൽഡ് ഫോം ഫാക്ടർ കെ എഫ്. അത് തന്നെയാണ് പോളാർക്ക് ബൈ പോൾ പിച്ചും. ദാറ്റ് ഈസ് സെയിം ആസ് പോളാർക്ക് ബൈ പോൾ പിച്ച്. അതിനെയാണ് നമ്മൾ ഫീൽഡ് ഫോം ഫാക്ടർ എന്ന് പറയുന്നത്, കെ എഫ്. ഫീൽഡ് ഫോം ഫാക്ടർ നേരത്തെ ഉപയോഗിച്ചുള്ളതും പരിചിതമായിട്ടുള്ളതുമായ ടേമാണ് ഫീൽഡ് ഫോം ഫാക്ടർ. ഫീൽഡ് ഫോം ഫാക്ടർ എന്ന് പറയണം. നമ്മുടെ സിനുസോയിഡൽ വേവിൻ്റെ നേരത്തെ ഇതേപോലെ തന്നെ ഒരിക്കൽ പറഞ്ഞതാണ്. സിനുസോയിഡൽ വേവ് ഫോമിൻ്റെ RMS വാല്യൂ ഡിവൈഡഡ് ബൈ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ വെറുതെ ഫോം ഫാക്ടർ എന്ന് പറയും. അത് സിനുസോയിഡലാണ് എന്നുണ്ടെങ്കിൽ ഏത് വേവ് ഫോമിൻ്റെയും RMS വാല്യൂ ഡിവൈഡഡ് ബൈ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് ഫോം ഫാക്ടറാണ്. അത് ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റീസിൻ്റെ വേരിയിങ് ക്വാണ്ടിറ്റീസിൻ്റെ ആയിരുന്നു. അപ്പം സിനുസോയിഡൽ വേവ് ആണെങ്കിൽ അത് 1.11. ഒരു സിനുസോയിഡൽ വേവിനെ സംബന്ധിച്ച് RMS വാല്യൂ ഡിവൈഡഡ് ബൈ അതിൻ്റെ ആവറേജ് വാല്യൂ എന്ന് പറയുന്ന ഫോം ഫാക്ടർ എന്നാണ് നമ്മൾ വിളിക്കുക. അത് 1.11 ആണ്. ഇതെന്ന് പറയുന്നത് ദറ്റ് ഈസ് ഡിഫറെൻറ്റ്. ഇതിൻ്റെ കൂടെ നെസസറിലി ഇറ്റ് ഈസ് ടു ബി ആഡഡ് ആസ് ഫീൽഡ് ഫോം ഫാക്ടർ. ഫീൽഡ് ഫോം ഫാക്ടർ ഈസ് റെപ്രസെൻ്റ് ആസ് KF. അപ്പോൾ അതാണിത്. അതിവിടെ 0.7 എന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം സോ ബി ആവറേജ് ഈസ് ഈക്വൽ ടു KF ഇൻറ്റു BG. 0.7 ഇൻറ്റു 0.85 ഈക്വൽ ടു 0.95 Wb/m². ഇനി നമുക്ക് നമ്മുടെ ഡിസൈൻ ഇക്വേഷൻ നമുക്കെടുക്കാം. അതിനകത്ത് C0 d²LN. അതിനകത്ത് ദി ഔട്ട്പുട്ട് കോഎഫിഷ്യൻറ്റ് C0 ഈസ് π² B average AC ഇൻറ്റു 10⁻³
In the case of a DC machine, the coefficient C0 is pi square B average AC into 10 raised to minus 3. അപ്പോൾ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു പൈ സ്ക്വയർ ബി ആവറേജ് എ സി എല്ലാം വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. വി ഗെറ്റ് ദി കോൺസ്റ്റൻറ്റ് C0 ആസ് 170.3. അതിൽ നമ്മൾ ഡി സ്ക്വയർ എൽ എടുക്കുന്നു. ഡി സ്ക്വയർ എൽ ക്യാൻ ബി ഫൗണ്ട് ലൈക്ക് ദിസ്. പി എ C0 ഡി സ്ക്വയർ എൽ എൻ എന്ന് പറയുന്നതാണ് പി എ ഡിസൈൻ ഇക്വേഷൻ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഡി സ്ക്വയർ എൽ ഈസ് ഈക്വൽ ടു പി എ ഡിവൈഡഡ് ബൈ C0 എൻ. C0യുടെ വാല്യൂ 170 എന്ന് കിട്ടി. സോ 170.3 ആണ്. അപ്പോൾ 170.3 by 500 by 60 ആണ് n ഈസ് ഈക്വൽ ടു 0.109 മീറ്റർ ക്യൂബ്. ഇനി നമ്പർ ഓഫ് പോൾസ് നമുക്ക് കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് പോൾസ് വെൻ പി ഈക്വൽ ടു 2 നമ്മൾ ട്രയൽ എടുക്കുക. പി ഈക്വൽ ടു 2 2 പോളാകുമ്പോൾ ഫ്രീക്വൻസി ഗൈഡിങ് റൂൾസ് ഫോർ ദ സെലക്ഷൻ നമ്പർ ഓഫ് പോൾസ്. ആദ്യത്തെ ഫ്രീക്വൻസി ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ഫ്രീക്വൻസി. അപ്പോൾ ഇവിടെ ഫ്രീക്വൻസി 8.33 വരുള്ളൂ. ഇനി അപ്പം നമുക്കത് പറ്റത്തില്ല. ഫ്രീക്വൻസി ഹാസ് ടു ബി ബിറ്റ്വീൻ 25 to 50 ഹേർട്സ്. പി ഈക്വൽ ടു 4 ആകുമ്പോൾ വി ഗെറ്റ് ദി ഫ്രീക്വൻസി ആസ് 4 into Pn by 120 16.6. അതും പറ്റില്ല. വെൻ പി ഈക്വൽ ടു 6 എഫ് ഈസ് ഈക്വൽ ടു 6 into 500 by 120 25 ഹേർട്സ്. ഓക്കെ ആണ്. When P is equal to 8, F is equal to 33.3, this is also okay. So P equal to 6 and 8 are okay for medium sized and large, okay. For medium sized and large sized machines, the frequency, the lower range of frequency be used. എന്നുള്ള ഒരു സംഗതി അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്മോൾ റേഞ്ചും ലോവർ റേഞ്ചും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മീഡിയം സൈസ്, അപ്പോൾ അതിൻ്റെ മെഷീൻ്റെ ഔട്ട്പുട്ട് നോക്കിയാണ് ആ സൈസ് നമ്മൾ പറയുന്നത്. സോ നമ്മളിനി ആ ഒരു സംഗതി നമുക്കറിയാം. ഇപ്പോൾ ലോവർ റേഞ്ച് രണ്ടും ഒരേപോലെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ലോവർ റേഞ്ചിൽ പോകുന്നതാണ് അഭികാമ്യം എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ ഗൈഡിങ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? കറണ്ട് പെർ ബ്രഷാം. വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ കറണ്ട് പെർ ബ്രഷാം ഓൾസോ. കറണ്ട് പെർ ബ്രഷാം എന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് 2IA/P ആണ്. അത് നമ്മൾ ആർമേച്ചർ കറണ്ട് കണ്ടുപിടിക്കണം. ആർമേച്ചർ കറണ്ട് ഇത് മോട്ടർ ആകുമ്പോഴത്തേക്ക് അതിൻ്റെ തന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇൻപുട്ടാണ്. മോട്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് എപ്പോഴും ക്വസ്റ്റിൽ തരുന്നത് ഔട്ട്പുട്ട്, അതിൻ്റെ റേറ്റഡ് പവർ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ടാണ്. അപ്പം DC ഷണ്ട് മോട്ടർ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ വരും. ഔട്ട്പുട്ടാണ് റേറ്റിംഗ് എന്നും പറഞ്ഞ് തരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ടാണ് 150 kW. അപ്പോൾ ഈ കറണ്ട് IA വേണം. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ നമ്മൾ ഈ IL ഇൻപുട്ട് കറണ്ട്, ഇവിടെ ഫീൽഡ് കറണ്ടിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഫീൽഡ് കറണ്ടിനെ കുറിച്ചൊന്നും പറയാത്തത് കൊണ്ട് നമുക്കത് നെഗ്ലക്റ്റ് ചെയ്യാം. സോ നമുക്ക് അത് നെഗ്ലക്റ്റ് ചെയ്യാം. സോ വാട്ട് വി ക്യാൻ റൈറ്റ്? സോ IA സമം IL ഈക്വൽ ടു IL ഈക്വൽ ടു I ഈക്വൽ ടു 150 into 10 raised to 3 divided by 230 by 0.91. അപ്പം P എന്ന് പറയുന്നത് 150 kW ഔട്ട്പുട്ടാണ്. ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ 0.91 gives the efficiency. 150 into 10 raised to 3 divided by 0.91 gives the efficiency. അപ്പോൾ അതിനെ നമ്മൾ വോൾട്ടേജ് കൊണ്ട് V into I എന്ന് പറയുന്നതാണ് ആ പവർ ഇൻപുട്ട്. അപ്പോൾ 150 into 10 raised to 3 divided by 0.91 എന്ന് പറയുന്നത് ഇൻപുട്ടാണ്. സോ ഇൻപുട്ട് ഡിവൈഡഡ് ബൈ ദ വോൾട്ടേജ് V gives the ഇൻപുട്ട് കറണ്ട്. ആ ഇൻപുട്ട് കറണ്ടാണ് ഈസ് ഈക്വൽ ടു ദ ആർമേച്ചർ കറണ്ട് സിൻസ് നെഗ്ലക്റ്റിംഗ് ഫീൽഡ് കറണ്ട്. ഫീൽഡ് കറണ്ടിനെ കുറിച്ചൊന്നും പറയുന്നില്ല, അതുകൊണ്ട് നെഗ്ലക്റ്റിംഗ് ഫീൽഡ് കറണ്ട്. ഇനി നമുക്ക് current per brush arm, when P equal to 6, the current per brush arm is 2IA/P. അപ്പം 2 into 716.6 by P 6 238.9 ലെസ് ദാൻ 400 ആംപിയറാണ്. അപ്പം
So that second rule is also satisfied. So we can go for P equal to 6. So select P equal to 6. 8നെ കുറിച്ച് നമ്മൾ പോകുന്നില്ല. അപ്പം നമ്പർ ഓഫ് പോൾസ് 6 കൊണ്ട് തന്നെ അത് ശരിയാവുമെന്നുണ്ടെങ്കിൽ ഇഫ് ദ ഡിസൈൻ ഈസ് ഓക്കെ വിൽ ബി സാറ്റിസ്ഫൈഡ് വിത്ത് P equal to 6, ലെസൺ നമ്പർ ഓഫ് പോൾസ്. സോ സെലക്ട് P equal to 6. അപ്പോൾ അതൊരു ആൻസറാണ്. സോ വി മാർക്ക് ഇറ്റ് ആസ് ആൻ ആൻസർ. ഇനി സെപ്പറേഷൻ ഓഫ് ദ മെയിൻ ഡയമെൻഷൻസ്. നമ്പർ ഓഫ് പോൾസ് കണ്ടുപിടിക്കാനായിരുന്നു ആദ്യത്തെ പാർട്ട്. അത് കഴിഞ്ഞ് ദ മെയിൻ ഡയമെൻഷൻസ്. ദ മെഷീൻ ഈസ് ടു ബി ഡിസൈൻഡ് വിത്ത് എ സ്ക്വയർ ഫീൽഡ് കോയിൽ. ഫീൽഡ് കോയിൽ എന്ന് പറഞ്ഞാൽ ഈ പോളിൻ്റെ ചുറ്റും വരുന്ന, ഈ പോൾ ബോഡിയുടെ ചുറ്റും വരുന്ന, അത് സ്ക്വയർ ആയിരിക്കണമെങ്കിൽ ഈ പോളിൻ്റെ ലെങ്തും ഈ പോളിൻ്റെ വിഡ്ത്തും തുല്യമായിരിക്കണം. ഇതും ഈ എല്ലും ബിയും, ഈ പോളിൻ്റെ വിഡ്ത്ത് ബി എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഈ എല്ലും ബിയും തുല്യമാണെങ്കിൽ യു ഗെറ്റ് എ സ്ക്വയർ ഫീൽഡ് കോയിൽ. ഇതിന് ചുറ്റും വരുന്ന കോയിൽ, ഇതിന് ചുറ്റും നമ്മൾ വെക്കുന്ന കോയിൽ, അതാണല്ലോ ഫീൽഡ് കോയിൽ. പോൾസിന് ചുറ്റും വരുന്ന കോയിലാണ് ഫീൽഡ് കോയിൽ, ഫീൽഡ് വൈൻഡിങ്. അത് സ്ക്വയർ ആകണമെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും തുല്യമായിരിക്കണം. സോ ദ മെഷീൻ ഈസ് ടു ബി ഡിസൈൻഡ് വിത്ത് എ സ്ക്വയർ ഫീൽഡ് കോയിൽ. ദിസ് മീൻസ് ദാറ്റ് ദ ലെങ്ത് ഓഫ് ദി പോൾ ഈസ് ഈക്വൽ ടു ദ വിഡ്ത്ത് ഓഫ് ദ പോൾ ബോഡി. അപ്പോൾ ഇനി ഗിവൺ വിഡ്ത്ത് ഓഫ് ദ പോൾ ബോഡി ബൈ പോൾ പിച്ച് അത് തന്നിട്ടുണ്ട് 0.55 എന്ന്. വിഡ്ത്ത് ഓഫ് ദ പോൾ ബോഡി ഡിവൈഡ് ബൈ പോൾ പിച്ച് ഇസ് 0.55 തന്നിട്ടുണ്ട്. അപ്പം width of the pole body equal to, since L is equal to B, we can write L by tau equal to 0.55. Tau എന്ന് പറഞ്ഞാൽ pi d by P. So L by pi d by P equal to 0.55. So we get L equal to so and so in terms of D. അപ്പോൾ L equal to 0.288 D എന്ന് കിട്ടും. So we get L equal to 0.88 D. ഇനി substituting in D square L. Substituting in D square L, ഇത് D square അല്ല, D square into Lന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇറ്റ് ഈസ് ഈക്വൽ ടു 0.109 മീറ്റർ ക്യൂബ്. സോ D ഈസ് ഈക്വൽ ടു ക്യൂബ് റൂട്ട് ഓഫ് ദിസ് 0.723 മീറ്റർ. L ഈസ് ഈക്വൽ ടു ഈ എക്സ്പ്രഷൻ അനുസരിച്ച് L ഈസ് ഈക്വൽ ടു 0.288 D. അപ്പം D ഇത് കിട്ടി. അപ്പം വി ഗെറ്റ് ഫൈൻഡ് ഔട്ട് L ലൈക്ക് ദിസ്. ഇനി ഇതിനകത്ത് ഒരു കാര്യം കൂടി കണ്ടുപിടിക്കണം, എയർ ഗ്യാപ്പ് ലെങ്ത്. So how you find out the air gap length? അതിന് ഇവിടെ ആർമച്ചർ MMF per pole ക്വസ്റ്റിനകത്ത് ഒരു കാര്യം കൂടി തന്നിട്ടുണ്ട്. ദി ആർമച്ചർ MMF per pole. Assume that the MMF required for the air gap is 55% of the armature MMF. Assume that the MMF required for the air gap is 55% of the armature MMF. അപ്പം ആർമച്ചർ MMFൻ്റെ 55% അതാണ് എയർ ഗ്യാപ്പിൽ MMF. അത് തന്നിട്ടുണ്ട്. ആർമച്ചർ MMF പോൾ ATA അതെങ്ങനെ നമ്മൾ ചെയ്യുന്നത്? ഇത് ആംപിയർ കണ്ടക്ടേഴ്സ് പെർ മീറ്ററാണ് AC എന്ന് പറഞ്ഞാൽ. ആംപിയർ കണ്ടക്ടേഴ്സ് പെർ മീറ്റർ. ആംപിയർ കണ്ടക്ടേഴ്സിനെ ആംപിയർ ടേൺസ് ആക്കാനായിട്ട് 2 കണ്ടക്ട് ചെയ്യുന്നതാണ് ഒരു ടേൺ. അപ്പം AC/2 എന്ന് പറഞ്ഞാൽ ആർമച്ചർ MMF പെർ മീറ്ററാണ്, പെർ മീറ്റർ. അതിനെ ഒരു പോളിൻ്റെ അടിയിൽ വരുന്ന മീറ്റർ ലെങ്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഒരു പോളിൻ്റെ അടിയിൽ വരുന്നത് പോൾ പിച്ച് ലെങ്താണ്. അപ്പോൾ ഇൻറ്റു pi d by P. ഇത് നമ്മൾ മുമ്പ് പല പ്രാവശ്യം എഴുതിയിട്ടുള്ളതാണ്. സോ AC/2 ഇൻറ്റു pi d by P ആണ് ആർമച്ചർ MMF പെർ പോൾ. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. AC 29,000 ഉണ്ട്, സ്മോൾ AC. അപ്പോൾ 29,000/2 into pi d by P. D is in meters, 0.723. നമ്മളോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, D സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ 5489.14. അപ്പോൾ ആംപിയർ ടേൺസ് ഓഫ് ദി എയർ ഗ്യാപ്പ് ATG പെർ പോൾ. ഇതും പെർ പോളാണ്. ഒരു പോളിൻ്റെ അടിയിൽ ഉള്ള എയർ ഗ്യാപ്പിന് വേണ്ടുന്ന ആംപിയർ ടേൺസ് അത് 800,000 kg/BG into LG എന്ന് നമുക്കറിയാം. ഇറ്റ് ഈസ് 800,000 kg/BG into LG നേരത്തെ ചെയ്തതാണ്. അപ്പോൾ ഈ ചുരുക്കത്തിൽ ഇത് 800,000 kg/BG into LG ഈസ് 5489. അപ്പം ഈസ് ഈക്വൽ ടു എന്നല്ല, 55%. എയർ ഗ്യാപ്പ് MMF ഈസ് 55% ഓഫ് ദി അങ്ങനെയാണ് തന്നിരിക്കുന്നത്.
അത് ആദ്യമേ അത് ക്വസ്റ്റിന് കുറിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തരത്തില്ല. അസ്യൂം ദാറ്റ് ദി എം എഫ് റിക്വയർഡ് ഫോർ ദി എയർ ഗ്യാപ്പ് ഇസ് 55% ഓഫ് ദി ആർമച്ചർ എം എം എഫ്. ആർമച്ചർ എം എഫിൻ്റെ 55% ആണ് എയർ ഗ്യാപ്പ് എം എം എഫ്. അപ്പം ആർമച്ചർ എം എം എഫ് എത്രയാണെന്ന് കിട്ടി? ഇറ്റ് ഈസ് 5489.14. ഇതിൻ്റെ 55% എന്ന് പറഞ്ഞാൽ 0.55 ടൈംസ് ദിസ് ഈസ് ഈക്വൽ ടു 800,000 kg BG ഇൻറ്റു LG. അപ്പോൾ നമുക്കിത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യാം. ആൻഡ് ഹെൻസ് വി ക്യാൻ ഫൈൻഡ് ഔട്ട് LG. വിൽ ഗെറ്റ് LG ഇൻ മീറ്റർ. LG മീറ്ററിൽ കിട്ടും. അത് വെൻ കൺവേർട്ടഡ് ടു mm, you get 3.86 mm. അപ്പോൾ ചുരുക്കത്തിൽ ഇവിടെ 3.86 ഇൻറ്റു 10⁻³ എന്ന് കിട്ടും. അത്രയും മീറ്ററാണ്. അപ്പോൾ -3 കളയുമ്പോൾ അത് 3.86 mm എന്ന് വരും. നിങ്ങൾ ഈ ഓരോ കാൽക്കുലേഷൻ നിങ്ങൾ സ്വയം ചെയ്ത് നോക്കണം. അല്ലാതെ ഇത് ഡോണ്ട് സിംപ്ലി ടേക്ക് ഇറ്റ് ബ്ലൈൻഡ്ലി. ഓരോന്ന് ചെയ്യണം. എന്നിട്ട് ഞാൻ പറയുന്ന അഡ്വൈസ് യു ടു ഡൂ ദ സൊല്യൂഷൻ ബൈ യുവർ സെൽഫ്. അപ്പോൾ പ്രോബ്ലം എഴുതിയിട്ട് നോക്കി ഇങ്ങനെ പഠിച്ചതിന് ശേഷം നിങ്ങൾ പ്രോബ്ലം മാത്രം എടുക്കുക, ക്വസ്റ്റ്യൻ മാത്രം എടുക്കുക. എന്നിട്ട് യുവർ സെൽഫ് ഇൻ എ പ്ലെയിൻ ഷീറ്റ് ഓഫ് പേപ്പർ, ഫ്രഷ് ഷീറ്റ്, യു സോൾവ് ദ പ്രോബ്ലം ബൈ യുവർ സെൽഫ്. അപ്പോൾ ഒറ്റ സ്ട്രെച്ചിൽ നിങ്ങൾക്ക് സൊല്യൂഷൻ കിട്ടത്തില്ല. 2-3 സ്റ്റെപ്പ് കഴിയുമ്പോൾ നിങ്ങൾ ആലോചിക്കുക എന്ത് വേണമെന്ന്. അപ്പോൾ ആലോചിച്ചെടുക്കാൻ നോക്കുക. കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും യു റെഫർ ബാക്ക് ആൻഡ് സീ വാട്ട് ഇസ് ദ പ്രോബ്ലം ബിഹൈൻഡ് യു ഓർ വേർ യു വെൻ റോങ്. അത് നോക്കിയതിന് ശേഷം അത് മനസ്സിലാക്കിയിട്ട് എവിടെ തെറ്റിയെന്നുള്ളത്, അല്ല എവിടെ മുന്നോട്ട് പോകാൻ പറ്റാത്തത്, എന്തുകൊണ്ടാണ് പറ്റാത്തതെന്ന് മനസ്സിലാക്കിയതിന് ശേഷം യു കീപ് യുവർ നോട്ട്സ് സൈഡ്. വീണ്ടും താൻ അത് ചെയ്യുക. അങ്ങനെ ആ പ്രോബ്ലം സോൾവ് ചെയ്യുക. അങ്ങനെ ഓരോ പ്രോബ്ലം ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. അപ്പോൾ താൻ പ്രോബ്ലം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ യു വിൽ നെവർ ഗെറ്റ് ദ പ്രാക്ടീസ് ഓഫ് solving the problem. You have to solve the problem by yourself in the examination. So be fair of that point. Okay.